Welcome everyone to the Writing Live presented by Tiju Sir Academy. It's me Rajisha. Let us wait for a few seconds for our students to join. Good afternoon, Johnny. Good afternoon, Shalu. Soumya, good afternoon. How are you doing all? Hope everyone is fine out there. Hi, Raji. Good afternoon. Beena, Sonu, good afternoon to all. Yes. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ ഇങ്ങനെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഹായ് ദേവ. So last Monday, we have dealt with a case note, which was a letter to a physiotherapist, right? അപ്പോൾ നമ്മൾ പറഞ്ഞാണ് that we will have a discussion on how to create the introduction paragraph എന്നുള്ളതല്ലേ. So that is what I'm going to do today. നമ്മുടെ OET റൈറ്റിങ്ങിലെ ദ ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ് എന്ത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Good afternoon, Bhuvi, Revati, Joji, Chippy, Naveen. Welcome all of you to the live session. Okay, so good afternoon, Anjali. Leha, I am doing good. What about you? Okay. അപ്പം ഇൻട്രൊഡക്ഷൻ അല്ലേ, നമ്മുടെ OET റൈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാരഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ ഐ ക്യാൻ ആൻസർ യു ദാറ്റ് ഇറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആൻഡ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് അല്ലേ. സോ we are introducing our patient and what is our patient is in need of എന്നുള്ള കാര്യം റീഡറിനെ അറിയിക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ വെരി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് അവർ റൈറ്റിംഗ് ആണ് അല്ലേ. സോ അത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് അവർ സ്കോർ എന്നാണ് പറയുന്നത്. നമ്മുടെ മാർക്കിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നെയാണ് എന്ത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം നോർമലി നമ്മളൊരു പാരഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് 4 to 5 മിനിമം സെൻറ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് അല്ലേ. ബട്ട് ഫോർ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമ്മൾ 2 സെൻറ്റൻസിൽ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 2 സെൻറ്റൻസ് എന്ന് പറയുമ്പം വി വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് 4 ഐറ്റംസ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് കേട്ടോ. സോ ദോസ് 4 തിങ്സ് ആർ വെരി മാൻഡേറ്ററി. ഓക്കെ. യെസ്, ഷീജ, ജെയിംസ്, ഡോണ, സ്വപ്ന, ഗുഡ് ആഫ്റ്റർനൂൺ ടു എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെക്കുറിച്ചാണ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനെ കുറിച്ചാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഹൗ ടു റൈറ്റ് കണ്ടീഷൻ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ എഴുതുന്നതെന്നുള്ളൊരു ഡൗട്ട് ഉള്ള ഏരിയാസാണ്. അപ്പം ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ലെറ്റ്സ് സീ എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ OET റൈറ്റിംഗ് എന്ന് പറയുന്നത് പർപ്പസ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. പർപ്പസ് ഓറിയൻറ്റഡ് ആൻഡ് റീഡർ സെൻറ്റേഡ് ആണ്. റീഡറിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. റീഡർ പേഷ്യൻറ്റിന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ടു ഡു ദോസ് തിങ്സ് ഫോർ അവർ പേഷ്യൻറ്റ് എന്താണ് റീഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദി പേഷ്യൻ്റ്, അതിനെയാണ് പർപ്പസ് എന്ന് പറയുന്നത്. ആ പർപ്പസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ്, ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അല്ലേ. ഓക്കെ, അപ്പം ഹൗ ടു ക്രിയേറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് നമുക്ക് നോക്കാം. സോ ഷാൽ വി മൂവ് ഓൺ ടു തുടങ്ങാം നമുക്ക്. യെസ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്.
സോ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്താണെന്നുള്ളൊരു ആൻസർ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. ബൈ ഷാലു. ഹൂ ഈസ് എ റീഡർ, ഹൂ ഐ ആം, ടൈപ്പ് ഓഫ് ലെറ്റർ, പർപ്പസ്, പ്രസൻറ്റ് കണ്ടീഷൻ. അതിൽ റീഡർ ആരാണെന്നുള്ളത് വേണ്ട, പേഷ്യൻ്റ് ആണ് കേട്ടോ. പേഷ്യൻ്റ് ആരാണ് എന്ന് പറഞ്ഞാൽ മതി. സോ ഐ മേക്ക് ഇറ്റ് മോർ ക്ലിയർ. ദ 4 മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് വെൻ വി ക്രിയേറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഓക്കെ, എന്തൊക്കെയാണ്? നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, ടൈപ്പ് ഓഫ് ലെറ്റർ, പർപ്പസ് ഓഫ് ദ ലെറ്റർ, എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ റീഡർ ചെയ്ത് കൊടുക്കേണ്ട കാര്യം, സംതിങ് ദാറ്റ് അവർ റീഡർ വാണ്ട്സ് ടു ഡു അവർ പേഷ്യൻറ്റ് ആണ് എന്ത് നമ്മുടെ ലെറ്ററിൻ്റെ പർപ്പസ് ആവുന്നത് കേട്ടോ. സോ ദാറ്റ് ഹാസ് ടു ബി ദെയർ. ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ദീസ് 3 ഡീറ്റെയിൽസ് വി വോണ്ട് ടു റൈറ്റ് ദ കറൻറ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ കറൻറ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ബിക്കോസ് ചിലർ ഡയഗ്നോസിസ് എന്ന് മാത്രം മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് a condition which is written as diagnosis in our case note sometimes may not be the health status that we want to take into the introduction കേട്ടോ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ആ കണ്ടീഷനെ വെച്ചായിരിക്കുകയല്ല നമുക്ക് പലപ്പോഴും ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല പേഷ്യൻറ്റിന് ഇനിയും കെയറോ അല്ലെങ്കിൽ അസസ്മെൻറ്റോ ആവശ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിന് കുറച്ചും കൂടെ നമുക്ക് പർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റും എന്താണ് കറണ്ട് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, അതായത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണെന്ന് വെച്ചു. ആ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് ഡിപ്രഷൻ ഉണ്ടായേക്കുവാണ് ആഫ്റ്റർ ദ സർജറി. അപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിന് ലെറ്റർ എഴുതുവാണെങ്കിൽ ഈ സർജറിയുടെ കാര്യമാണോ എഴുതേണ്ടത് അതോ ഡിപ്രഷൻ്റെ കാര്യമാണോ എഴുതേണ്ടത് ഇൻട്രൊഡക്ഷനിൽ? റീഡർ ഈസ് സൈക്കോളജിസ്റ്റ്. പ്ലീസ് കമൻറ്റ് യുവർ ആൻസേഴ്സ്. സപ്പോസ് എ സ്റ്റുഡൻറ്റ് who is a university student, he underwent an open reduction internal fixation after following a fracture. അപ്പോൾ ഇനിയും എനിക്ക് ഒരുപാട് നാൾ പുറത്തിറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കോളേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് ഹീ ഈസ് ഗോയിങ് ടു എ ഡിപ്രഷൻ ആൻഡ് വി ആർ റൈറ്റിംഗ് ദ ലെറ്റർ ഫോർ സൈക്കോളജിസ്റ്റ്. അപ്പം ഹീ ഈസ് റിക്കവറിങ് ആഫ്റ്റർ അല്ലെങ്കിൽ ഹീ അണ്ടർവെൻറ്റ് ഓപ്പൺ ഓറിഫ് എന്ന് എഴുതിയത് കൊണ്ട് അവിടെ പ്രയോജനമുണ്ടോ? നോ. യെസ്. സോ ഐ ഗോട്ട് ദ ആൻസേഴ്സ് ഫ്രം മെനി സ്റ്റുഡൻസ് ടെല്ലിങ് ദാറ്റ് ഡിപ്രഷനാണ് അങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഷാലോ ഡിപ്രഷൻ സെക്കൻഡറി ടു സർജറി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താണ് വളരെ റൈറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമിലോട്ടാണ് നമ്മൾ പറയുന്നത് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ് അല്ലേ. സോ നമുക്ക് ഹി ഹാസ് ഡിപ്രഷൻ എന്ന് എഴുതാം, അല്ല എങ്കിൽ ഹി ഹാസ് ഡിപ്രഷൻ ഫോളോയിങ് ഹിസ് സർജറി അല്ലെങ്കിൽ ആഫ്റ്റർ ദ സർജറി അല്ലെങ്കിൽ സെക്കൻഡറി ടു ദ സർജറി എന്ന് എഴുതിയാൽ അവിടെ വി ആർ ബിക്കമിങ് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് അപ്പാരൻ്റ് ആവുക. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, പെട്ടെന്ന് റീഡറിൻ്റെ കാര്യം മനസ്സിലാകും എന്നുള്ളതാണ്. സോ വി ക്യാൻ മേക്ക് അവർ ഇൻട്രൊഡക്ഷൻ ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ് ആസ് വെൽ. ഓക്കെ, അപ്പം ഫിസിയോതെറാപ്പിസ്റ്റിനാണ് ഈവൻ സർജറി കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിലും സർജറി എഴുതുന്നതിനേക്കാളും നല്ലത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് മൊബിലിറ്റി ഇഷ്യൂ എന്താണോ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അത് സർജറിയെ തുടർന്നാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഇൻട്രൊഡക്ഷനെ ഇംപ്രസീവ് ആക്കാൻ അല്ലെങ്കിൽ മാർക്ക് ഫെച്ചിങ് ആക്കാനായിട്ട് നല്ലത് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റിട്ടൺ ദെയർ ദ കറൻറ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ് ഹാസ് ടു ബി റിട്ടൺ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പം ഹൂ വിൽ ഡിസൈഡ് ദ കറൻറ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ് ദാറ്റ് വി വോണ്ട് ടു മെൻഷൻ ഇൻ ദ ഇൻട്രൊഡക്ഷൻ? ആര് നമ്മളെ സഹായിക്കും കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട്? ഈസ് ഇറ്റ് ദ പേഷ്യൻറ്റ് ഓർ ദ വൺ ഹൂ ഈസ് റൈറ്റിംഗ് ദ ലെറ്റർ ഹൂ ഈസ് എ നേഴ്സ്? ഇവർ രണ്ടുപേരുമാണോ തീരുമാനിക്കുന്നത് ദ കണ്ടീഷൻ വിച്ച് ഹാസ് ടു ബി ടേക്കൻ ടു ദ ഇൻട്രൊഡക്ഷൻ? പ്ലീസ് ടെൽ മീ ത്രൂ യുവർ കമൻറ്റ്സ്. What will help us to find out the exact condition which is needed to our introduction? Yes, Beena, you are right. Reader ആണ് കേട്ടോ. റീഡറിനോട് നമ്മൾ ഈ പറയുന്നത് റീഡറാണ് തീരുമാനിക്കുന്നത് എന്ത്
എന്താണ് ഇതിന് പർപ്പസായിട്ട് വരുന്നത്. അത് റീഡർ തീരുമാനിക്കുന്നൊന്നല്ല, നമ്മൾ എഴുതണം. പക്ഷേ റീഡറിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് റീഡർ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്തിനാണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. തന്നെയാണ് നമ്മൾ പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ മൊബിലിറ്റി ഇഷ്യൂ എഴുതൂ എന്ന് പറഞ്ഞു, സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ആ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എഴുതൂ എന്ന് പറഞ്ഞു, അങ്ങനെ. ഓക്കെ, യെസ്, റീഡർ. സോ ദീസ് ആർ ദ 4 things or mandatory elements which has to be there in our introduction paragraph. ഏതൊക്കെയാണ്? പേഷ്യൻസ് ഫുൾ നെയിം, ടൈപ്പ് ഓഫ് ലെറ്റർ, പർപ്പസ് ഓഫ് ദ ലെറ്റർ അല്ലെങ്കിൽ പർപ്പസ്, ആൻഡ് കറണ്ട് കണ്ടീഷൻ ഓർ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, നെയിം ഓഫ് ദ പേഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫുൾ നെയിം വേണം കേട്ടോ. സോ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദാറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആൻഡ് ഇൻ ദ റെഫറൻസ് ലൈൻ വി വോണ്ട് ടു ഇൻക്ലൂഡ് ദ ഫുൾ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, യെസ്. അത് തന്നെ വിത്ത് ഓർ വിത്തൗട്ട് ടൈറ്റിൽ ആസ് പെർ ദ ഏജ് എന്ന് കിടക്കുന്നത് കണ്ടല്ലോ. നമ്മൾ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ്. യെസ്, ലിബിൻ വിജി, കറക്റ്റ്. എന്താ, ചില പേഷ്യൻസിന് ടൈറ്റിൽ വേണം, ചിലർക്ക് ടൈറ്റിൽ വേണ്ട എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി വൺ ഓഫ് അവർ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. കുഡ് യു പ്ലീസ് ടെൽ മി, കുഡ് യു പ്ലീസ് റിമെമ്പർ, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്താണെന്നുള്ളത്. ജസ്റ്റ് ട്രൈ ടു റീകളക്ട് what type of patient is in need of title and what type of patient doesn't want the title. കറക്റ്റ്. അതായത് 16 ആൻഡ് ബിലോയ്ക്ക് ടൈറ്റിൽ വേണ്ട, വേറെ 17 ആൻഡ് എബോവ്ക്ക് ടൈറ്റിൽ വേണം. അതിനാണ് ആസ് പെർ ദ ഏജ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പേഷ്യൻറ്റ് 16 താഴെയാണെങ്കിൽ ടൈറ്റിൽ ഇല്ലാതെ ഫുൾ നെയിം മാത്രം, 17 മുകളിലാണെങ്കിൽ ടൈറ്റിലും കൂടി. ഓക്കെ, സോ എങ്ങനെയായാലും ഫുൾ നെയിമാണ് ഇൻട്രൊഡക്ഷനിൽ വേണ്ടത് കേട്ടോ. യെസ്, ഓക്കെ. പിന്നെ ടൈപ്പ് ഓഫ് ലെറ്റർ. ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് 2 തരത്തിലുള്ള ലെറ്ററാണുള്ളത്. നോൺ കേസ്, അൺനോൺ കേസ് എന്ന് പറയും അല്ലേ. സോ നോൺ കേസ് ആണെങ്കിൽ വി ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദ ടൈപ്പ് ഓഫ് ലെറ്റർ എന്നുള്ളത് അല്ലേ. അതിനെ അപ്ഡേഷൻ ലെറ്റർ എന്നാണ് പറയുന്നത്. സോ ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാണ് നോൺ കേസ് ലെറ്റർ പോകുന്നത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് വി ഹാവ് an unknown case letter, we want to mention what is the type of letter. അപ്പോൾ ഏതാണ്? പ്ലീസ് ടെൽ മീ the 3 major types of letters that we will have in our OET writing. ആ 3 ടൈപ്സിൽ ഇതിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്യണമുണ്ട്. സോ വിച്ച് ആർ ദ 3 types of letters we want to mention? ഇപ്പോൾ പറഞ്ഞതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കണ്ടീഷൻ വേർഡ്സിലോട്ട്, ഹൗ ടു റൈറ്റ് ദ കണ്ടീഷൻ എന്ന് പറയുമ്പോഴാണ് ഇൻട്രൊഡക്ഷൻ നമ്മളെ പലപ്പോഴും കുഴപ്പിക്കാറുള്ളതും നമ്മൾ കൺഫ്യൂഷനിലോട്ട് പോകുന്നതും. അതിൻ്റെ ഡിസ്കഷനിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, റെഫറൽ, ട്രാൻസ്ഫർ ആൻഡ് ഡിസ്ചാർജ് ലെറ്റർ. അപ്പോൾ ഇത് റെഫറൽ ലെറ്റർ ആണോ, ഡിസ്ചാർജ് ലെറ്റർ ആണോ, ട്രാൻസ്ഫർ ലെറ്റർ ആണോ എന്നുള്ളത് തീരുമാനിച്ചാണ്. ഓക്കെ, സോ റെഫറൽ എന്ന് പറയുമ്പോൾ വെൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ പേഷ്യൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ടു ദ റീഡർ, റീഡറിൻ്റെ അടുക്കലോട്ട് പേഷ്യൻ്റ് ആദ്യമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ റെഫറൽ. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈസേഷനെ തുടർന്ന് ഡിസ്ചാർജിങ് എയ്തർ ടു ദ നഴ്സിംഗ് ഹോം ഓർ പേഷ്യൻസ് ഹോം. പേഷ്യൻ്റ് വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലാണ് താമസിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ബാക്ക് ടു ദ നഴ്സിംഗ് ഹോമിലോട്ട് പോകുന്നതും എന്താണ്? ഡിസ്ചാർജാണ്. സോ ദീസ് ആർ ദ കോമൺ ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേസ് നോട്ട് വായിക്കുമ്പോൾ പ്ലീസ് സീ വെദർ ദ പേഷ്യൻ്റ് ഈസ് ഗെറ്റിംഗ് ഡിസ്ചാർജ് ടു ഹിസ് ഓർ ഹെർ ഹോം ഓർ നഴ്സിംഗ് ഹോം. അങ്ങനെയുള്ള കേസസിലാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് ലെറ്റർ. ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു സർജറിക്കോ മറ്റോ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വിടുകയാണോ, അതോ എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റുകയാണോ, അതോ ഒരു ഫെസിലിറ്റി ചേഞ്ച് ചെയ്യുകയാണോ. ഇപ്പം ICU നഴ്സായിട്ട് നിങ്ങൾക്ക് വാർഡ് നഴ്സിന് ലെറ്റർ എഴുതൂ എന്നൊക്കെ പറയും. ഇതും എന്ത് തന്നെയാണ്? ട്രാൻസ്ഫർ. അല്ലെങ്കിൽ യു ആർ എ വാർഡ് നഴ്സ്, റൈറ്റ് എ ലെറ്റർ ടു ദ ICU നഴ്സ് ഇൻഫോമിങ് അബൌട്ട് ദ ട്രാൻസ്ഫർ ഓഫ് യുവർ പേഷ്യൻറ്റ് ടു ദ ICU എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലെറ്റർ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ട്രാൻസ്ഫർ ലെറ്റർ. ഓക്കെ, സോ ഇൻ സച്ച് കേസസ് വി വോണ്ട് ടു ടേക്ക് ദ ലെറ്റർ ആസ് എ ട്രാൻസ്ഫർ ലെറ്റർ.
ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സോ നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽസ് അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ഓഫ് ലെറ്റർ കണ്ടുപിടിക്കേണ്ടത്. ഓൾവേസ് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ദ ലെറ്റർ ഓർ വി വിൽ ഗെറ്റ് ദാറ്റ് ഐഡിയ ഫ്രം ദ റൈറ്റിംഗ് ടാസ്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളതെന്ന് വെച്ചാൽ പ്ലീസ് ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ലെറ്റർ. ഓക്കെ, അത് വേണം. പിന്നീട് പർപ്പസ് എന്ന് പറഞ്ഞാൽ പർപ്പസ് വേർഡ്സ് ആയിരിക്കണം എപ്പോഴും എവിടെ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത് കേട്ടോ. ഇത് ഞാൻ ഒരിക്കലൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം, വേറെ ന്യൂ കമേഴ്സിന് മാത്രമായിരിക്കാം അതറിയാൻ മേലാത്തത്. എന്താണെന്ന് വെച്ചാൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പർപ്പസ് വേർഡ്സിൽ തന്നെ എഴുതണം. അത് ഞാൻ അന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സിങ് ചേഞ്ച് ഒരു പേഷ്യൻറ്റിന് ഇനി വേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ നോർമൽ കേസസിൽ ഹു റിക്വയർസ് ഡ്രസ്സിങ് ചേഞ്ച് എന്ന് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എഴുതാറില്ല. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസ് വേർഡാണ് എഴുതുന്നത്. അതായത് പർപ്പസ് വേർഡ്സ് ലൈക്ക് കണ്ടിന്യൂയിങ് കെയർ, ഫർദർ കെയർ, അല്ലെങ്കിൽ മോണിറ്ററിങ്, അസിസ്റ്റൻസ്, സപ്പോർട്ട്, അസസ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, ഇവാലുവേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഗൈഡൻസ്, കൗൺസിലിംഗ്, ഇങ്ങനത്തെ ഈ വേർഡ്സിനെയാണ് നമ്മൾ പർപ്പസ് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ പർപ്പസ് വേർഡ്സ് ആയിരിക്കും നമ്മളെപ്പോഴും ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് എഴുതാറുള്ളത്. പിന്നെ ഈ ഇപ്പോൾ ഡ്രസ്സിങ് ചേഞ്ച് എന്നുള്ളത് എടുത്ത് പേഷ്യൻ്റ് ആവശ്യമുള്ള കാര്യമാണ്. അത് എഴുതാൻ നമുക്ക് ലെറ്ററിൽ വേറൊരു പാരഗ്രാഫ് ഉണ്ട് അല്ലേ, നമ്മൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ആ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എപ്പോഴും ആരും OET റൈറ്റിംഗ് ഇങ്ങനെ എഴുതാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ OET പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന ചെറിയ ചില ക്ലൂ ഒക്കെ വെച്ചിട്ട് ലെറ്ററിനെ നീറ്റാക്കിക്കൊണ്ട് പോവുകയാണ് അല്ലേ. സോ ഇത് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ലെറ്ററിന് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും റെക്കമെൻഡേഷൻ പാരഗ്രാഫും എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ വെക്കണം. അത് ഇൻട്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഓക്കെ, സോ ചിപ്പി ഈസ് ആസ്കിങ് ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് അപ്ഡേറ്റ് ലെറ്റർ എന്നല്ലേ. അപ്ഡേറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നോൺ കേസ് ലെറ്റർ ആണ് കേട്ടോ ചിപ്പി. നോൺ കേസ് എന്ന് പറഞ്ഞാൽ റീഡർ ഈസ് ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ പേഷ്യൻറ്റ്. അപ്പോൾ അതൊന്നുകിൽ പേഷ്യൻറ്റിൻ്റെ GP ആയിരിക്കാം, ജനറൽ പ്രാക്ടീഷണർ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഇപ്പോൾ ഓൾറെഡി ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു സൈക്യാട്രിക് കണ്ടീഷനുണ്ട്, കുറച്ച് നാളുകളായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഷ്യൻറ്റ് സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഹിസ് സൈക്യാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിൽ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് സർജറിക്കായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ചതിനെ തുടർന്നോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് വെച്ചോ, അദ്ദേഹത്തിനെ ഡിസ്ചാർജിനെ തുടർന്ന് തിരിച്ചുവിടുന്നത് എങ്ങോട്ട് തന്നെയാണ്, ടു ദ സെയിം നഴ്സിംഗ് ഹോം. അപ്പം അതും എന്താണ്, അവിടുത്തെ നഴ്സിംഗ് ഹോമിലെ ആ നഴ്സാണോ അല്ലെങ്കിൽ മാനേജറോ ആ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്ക് ഈ റീഡറിനെ ഓൾറെഡി പേഷ്യൻറ്റിന് ഫെമിലിയറാണ്, പേഷ്യൻറ്റിനെ അറിയാമല്ലോ. സോ റീഡറിന് പേഷ്യൻറ്റിനെ അറിയാവുന്ന തരത്തിലുള്ള ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ കേസ് ലെറ്റർ അല്ലെങ്കിൽ അപ്ഡേഷൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് കേട്ടോ. So we don't want to mention about the social and past medical history of the patient to the reader in a non-case letter. Okay. അതാണ്. അപ്പോൾ അപ്ഡേഷൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. വി ആർ കമ്മിങ് ടു ദ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഇൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ് എന്ന് പറയുമ്പം ചിലപ്പോൾ ഡയഗ്നോസിസ് തന്നെ വരും കേട്ടോ. അത് റീഡർ ആരാണോ അദ്ദേഹത്തിന് എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് വരും. ഓക്കെ, പിന്നീട് വൈ ദ പേഷ്യൻ്റ് ഈസ് ഇൻ. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു പർപ്പസ് ചെയ്യാനായിട്ട് റീഡറോട് ആവശ്യപ്പെട്ടിട്ടില്ലേ, അതെന്തിനു വേണ്ടി എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ടു ഫൈൻഡ് ഔട്ട് ദ കണ്ടീഷൻ ദാറ്റ് വി റൈറ്റ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് എഴുതിയാൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, എന്തിനു വേണ്ടിയാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആണോ പറഞ്ഞിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്. കണ്ടിന്യൂയിങ് കെയർ ആണോ, എന്തിനു വേണ്ടി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കേസ് നോട്ടിൽ നിന്ന് പേഷ്യൻറ്റിന് എന്താണ് ആവശ്യം എന്നുള്ളതിലോട്ട് നമുക്ക് എത്താൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഈ ലെറ്ററിൽ ആവശ്യമായിട്ടുള്ള കണ്ടീഷനിലോട്ട് എത്താനായിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്, ഇത് അർജൻറ്റ് ലെറ്റർ ആണോ. നമ്മളൊരു അർജൻറ്റ് ലെറ്റർ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ടൈം വി ഹാഡ് ഓൾറെഡി എ ഡിസ്കഷൻ ഹൗ ടു കൺസ്ട്രക്റ്റ് ആൻ അർജൻറ്റ് ലെറ്റർ എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് പറഞ്ഞു പോകണം. അത് മാത്രമല്ല ഇൻട്രൊഡക്ഷനിൽ ഇത് അർജൻറ്റ് ആണ് എന്ന് ഒരു വാക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു റിക്വയർസ് അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. അത് പിന്നെ ചിലപ്പോൾ ഹോം വിസിറ്റ് ആകാറുണ്ട്.
പർപ്പസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ പർപ്പസ് ആണോ ഹോം വിസിറ്റ് ആണോ ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എനിവേ വാട്ട് എവർ, please make sure that your letter contains these four items. അതായത് നെയിം, ടൈപ്പ് ഓഫ് ലെറ്റർ, പർപ്പസ്, കറൻറ്റ്, ഹെൽത്ത് സ്റ്റാറ്റസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, യെസ് ഈവൻ ഇഫ് വി ഹാവ് ഫൈൻഡ് ഔട്ട് ദീസ് ഐറ്റംസ്, ഹൗ വിൽ വി ഇൻക്ലൂഡ് ദീസ് തിങ്സ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്നുള്ളതാണ് അല്ലേ. അതിന് പല രീതികളുണ്ട്. ഓക്കെ, പല തരത്തിൽ നമുക്ക് ഇൻട്രൊഡക്ഷനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. സോ നൗ ഐ ആം ഗോയിങ് ടു ഷോ യു ഹൗ ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ഹൗ ക്യാൻ ബി ഫ്രെയിം ദ റെക്കമെൻഡേഷൻ എന്നുള്ളത്. അപ്പോൾ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിങ് സെൻറ്റൻസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ എഴുതാറുണ്ട്. ഐ ആം റൈറ്റിംഗ് ടു എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. പേഷ്യൻറ്റ് സെൻറ്റേഡ് ആയിട്ടാണെങ്കിൽ മിസ്റ്റർ എക്സ് ഈസ് ബീയിങ് എന്ന് എഴുതാറുണ്ട്. അതുമല്ല നോൺ സബ്ജക്റ്റീവായിട്ട് ദിസ് ഈസ് ടു, ഈ ലെറ്ററിൻ്റെ ഉദ്ദേശം എന്താണെന്നും പറഞ്ഞ്, അതായത് നമ്മുടെ നഴ്സിനും പേഷ്യൻറ്റിനോ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എഴുതുന്ന ഒരു ഫോർമാറ്റ് അക്സെപ്റ്റഡ് ആണ്. അതല്ല, ഇനി നമ്മുടെ റീഡർ ഹയർ ഡെസിഗ്നേഷൻ ആണെങ്കിൽ അവർക്ക് എങ്ങനെ എഴുതാം, അവർക്ക് വേറൊരു രീതിയിൽ എഴുതാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ഒറ്റ തരത്തിൽ മാത്രമല്ല നോർമലി വി ഡു റൈറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ഓൺലി ഫോർ അൺനോൺ കേസ് ലെറ്റർ ആണ് കേട്ടോ, നോട്ട് ഫോർ നോൺ കേസ് ലെറ്റർ. നോൺ കേസ് ഏത് ടൈപ്പ് ആയിക്കോട്ടെ, റീഡർ ആരും ആയിക്കോട്ടെ, നമ്മൾ അപ്ഡേഷൻ ലെറ്ററായിട്ട് മാത്രമേ എഴുതാറുള്ളൂ. അതായത് I am writing to update you regarding the current health status of Mr. X എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറുള്ളത്. ഇതിപ്പം പറയുന്നതൊക്കെ എന്താണ്, ഒരു അൺനോൺ കേസിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഹൗ വി ക്യാൻ ഇൻക്ലൂഡ് ടൈപ്പ് അല്ലെങ്കിൽ പേഷ്യൻസ് നെയിം എന്നുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഫോർമാറ്റ്. അപ്പം ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതും, എന്നാൽ എനിക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഞാൻ തെറ്റ് വരുത്താൻ സാധ്യത കുറവുള്ളത് ഏത് ഫോർമാറ്റാണോ ആ ഫോർമാറ്റിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ എഴുതാവൂ എന്നൊന്നുമില്ല. ഇത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണാണ്, നിങ്ങളുടെ ഫീസിബിലിറ്റി ഇതിലേതിലാണ് എന്നുള്ളത് നോക്കി യു ക്യാൻ ഡിസൈഡ് എന്നുള്ളതാണ്. എന്താ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഐ ആം റൈറ്റിംഗ് ടു റീഡർ. അവിടോട്ട് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് എന്തിനെയാണ്, ടൈപ്പ് ഓഫ് ലെറ്ററിനെയാണ്. ടൈപ്പ് ഓഫ് ലെറ്റർ നോക്കിക്കേ, റെഫർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഐ എം റൈറ്റിംഗ് ടു റെഫർ. ഡിസ്ചാർജ് ആണെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു ഡിസ്ചാർജ് എന്ന് എഴുതും. ട്രാൻസ്ഫർ ആണെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ എന്നും എഴുതും. അപ്പോൾ അതിൻ്റെ അകത്തെ ടൈപ്പ് ഓഫ് ലെറ്റർ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു അല്ലേ. നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ടൈപ്പ് ഓഫ് ലെറ്ററായി. ഇനി വേണ്ടത് എന്താണെന്നാണ് പറഞ്ഞത്, പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം. അപ്പം ഐ എം റൈറ്റിംഗ് ടു റെഫർ അല്ലെങ്കിൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മിസ്റ്റർ എക്സ്. രണ്ട് കാര്യമായേ. ഇനി അതിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ട മൂന്നാമത്തെ ആളാണ് എന്ത്, പർപ്പസ്. പർപ്പസിനെ കൊണ്ട് എപ്പോഴും ചിലർ കണ്ടീഷനെ ആദ്യം എഴുതാറുണ്ട്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ആസ് ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നിങ്ങളവിടെ ആദ്യം ബിഗിനിങ്ങിൽ കാണുന്നുണ്ട് ഡോണ്ട് റൈറ്റ് ആസ് ആൻഡ് സിൻസ് ഇൻ ഇൻട്രോ എന്നല്ലേ. നോർമലി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാത്ത രണ്ട് കണക്റ്റേഴ്സാണ് അസും സിൻസും. അപ്പം ഡയഗ്നോസിസിനെ ആദ്യം കൊണ്ടുവരണമെങ്കിൽ ഓബ്വിയസ്ലി വി വോണ്ട് ടു ഇൻക്ലൂഡ് ദീസ് ടു ടേംസ്. മാത്രമല്ല നമ്മുടെ ലെറ്റർ പർപ്പസ് ഓറിയൻറ്റഡ് അല്ലാതെ ഡയഗ്നോസിസ് ഓറിയൻറ്റഡ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ എവിടെയെങ്കിലും പർപ്പസും ഡയഗ്നോസിസും കാണണമെന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ലെറ്റർ എങ്ങനെ എഴുതാമെന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും നോക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഹൂ റിക്വയർസ് എന്ന് പറഞ്ഞ് നമ്മൾ പർപ്പസ് എഴുതുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകുന്നു. ജസ്റ്റ് ടെൽ മീ വെദർ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടെല്ലിങ് ഓർ നോട്ട്. ആം ഐ ക്ലിയർ ടു യു ഓർ നോട്ട്? Please tell me whether you follow me or not. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ റൈറ്റിംഗ് ഇൻ എ ലെറ്റർ എന്നുള്ളത്. അത് കറക്റ്റായിരിക്കണം. Any doubts or any lack of clarity? ക്ലിയർ ആണ്? യെസ്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ 3 പേരെ ഓൾറെഡി കൊണ്ടുവന്നു കഴിഞ്ഞു അല്ലേ. ആരൊക്കെയാണ്?
ടൈപ്പ് ഓഫ് ലെറ്റർ വന്നു, പേഷ്യൻ്റ് വന്നു, പർപ്പസ് വന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ഫോർമാറ്റ് ഐ ആം റൈറ്റിങ്ങിൽ നമ്മളെങ്ങനെയാണ് പർപ്പസിനെ കൊണ്ടുവന്ന ഫ്രേസ് ഏതായിരുന്നു? ഹൂ റിക്വയർസ്. പലരും അത് തെറ്റിക്കാറുണ്ട് കേട്ടോ. ഹൂ റിക്വയർസ് ഫോറും കൂടെ ഒക്കെ അങ്ങോട്ട് തെറ്റരുത്. സോ ഐ ആം റൈറ്റിങ് എഴുതുകയാണെങ്കിൽ ഹൂ റിക്വയർസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പർപ്പസ് വേർഡ്സ് ഉണ്ടല്ലോ, പർപ്പസ് വേർഡ്സ് ഇപ്പം നഴ്സായിരുന്നുവെങ്കിൽ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് സപ്പോർട്ടെന്ന് എഴുതി നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഇടണം. അല്ല, ഡോക്ടറാണെങ്കിൽ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലേസ് എ ഫുൾ സ്റ്റോപ്പ്. ഇനി ഒരാളൂടെ വരാനുണ്ടല്ലേ. ഇപ്പം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ ഓർത്ത് കാണും, ഇത് ഇന്ന് ഇൻട്രൊഡക്ഷൻ, ഇതിൻ്റെ അകത്ത് 4 പേരെന്ന് പറഞ്ഞിട്ട് 4 പേര് വന്നിട്ടില്ലല്ലോ എന്നല്ലേ. സോ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആരാ ഇനി വരേണ്ടത്? സോ വിച്ച് ഈസ് ദ 4th മാൻഡേറ്ററി ഐറ്റംസ് ദാറ്റ് വി വോണ്ട് ടു ഇൻക്ലൂഡ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ? ഇതിലേതാ ഇല്ലാത്തത്? കണ്ടുപിടിച്ചില്ലേ? നിങ്ങളിതുവരെ കണ്ടുപിടിച്ചില്ലേ? ഞാൻ ഈ തന്നിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കംപ്ലീറ്റ് ആണോ? യെസ്, കറണ്ട് സിറ്റുവേഷൻ, ഡയഗ്നോസിസ് ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. വരും, ഞാൻ മറന്നുപോയതല്ല. ഡയഗ്നോസിസ് കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഇവർ 3 പേരും എങ്ങനെ എഴുതുന്നതെന്ന് സെറ്റാക്കുക കേട്ടോ. യെസ്, ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് ഇത്രയും എഴുതി, പർപ്പസ് എഴുതി, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോഴാണ് നമ്മൾ ഐ ആം റൈറ്റിംഗ് ടു റെഫർ, നോ പ്രോബ്ലം, നെസസ് ഡു റെഫർ. ഐ എം റൈറ്റിംഗ് ടു ഡിസ്ചാർജ്, ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ. ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദ സ്റ്റുഡൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ അവർ ചോദിക്കും, മാം നഴ്സാണല്ലോ റൈറ്റർ, ഡിസ്ചാർജ് ചെയ്യുമോ ഒരു നഴ്സ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമോ എന്നുള്ളത്. ശരിയാണ്, ചെയ്യാറില്ല. പക്ഷേ ഇത് ഒരു കാര്യം, OET ഇത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ്. എന്ത്? ഐ ആം റൈറ്റിംഗ് ടു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ കുറച്ച് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ഫോർമാറ്റ്. അവിടെ ഞാൻ എഴുതുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. ഏത്? ഐ ആം റൈറ്റിംഗ് എന്ന് പറയുന്നില്ല. അത് പേഷ്യൻ്റ് സെൻറ്റേഡ് ആയിട്ട് നമ്മൾ പറയുകയാണ്. മിസ്റ്റർ എക്സ് ഈസ് ബീയിങ് റെഫേർഡ്. എന്താ അതിൻ്റെ അർത്ഥം? എക്സിനെ റെഫർ ചെയ്തിരിക്കുന്നു. മിസ്റ്റർ എക്സ് ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ്. എക്സിനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. എക്സിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ആരാ ചെയ്തത്? ഞാൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. അതിനാണ് പേഷ്യൻ്റ് സെൻറ്റേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇതിൽ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിസ്റ്റർ എക്സ് ഈസ് ബീയിങ് ആണ് എങ്കിൽ നോക്കിക്കോണം, ബീയിങ് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ടൈപ്പ് ഓഫ് ലെറ്ററിനെ എഴുതിയിരിക്കുന്നത് V3 ഫോമില, റെഫേർഡ്, ഡിസ്ചാർജ്ഡ്, ട്രാൻസ്ഫേർഡ്. V3 ആണ് ബീയിങ്ങിന് ശേഷം വന്നിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചിരിക്കണം. മിസ്റ്റർ എക്സ് ഈസ് ബീയിങ് റെഫർ, മിസ്റ്റർ എക്സ് ഈസ് ബീയിങ് ഡിസ്ചാർജ് എന്നൊന്നും ദയവ് ചെയ്ത് എഴുതരുത്. ആ ഒരു ശ്രദ്ധ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു V3 ഫോം അതിലോട്ട് വരാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഐ ആം റൈറ്റിംഗ് ടു റെഫർ, ഡിസ്ചാർജ്, ട്രാൻസ്ഫറിൽ എഴുതി പോകുന്നുണ്ട്, നോ പ്രോബ്ലം. ഇറ്റ് ഈസ് ആൻ OET അക്സെപ്റ്റഡ് ഫോർമാറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദ മാർക്ക് ആസ് വെൽ. ഓക്കെ, ബട്ട് നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് കൊണ്ട് ആ ഫോർമാറ്റോടെ ഫെമിലിയറൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ രണ്ടാമത്തെ പേഷ്യൻ്റ് സെൻറ്റേർഡ് ഫോർമാറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? മിസ്റ്റർ എക്സ് ഈസ് ബീയിങ്, പേഷ്യൻ്റെ ഫുൾ നെയിം വന്നു. റെഫേർഡ് എന്നോ ഡിസ്ചാർജ് എന്നോ ട്രാൻസ്ഫേർഡ് എന്നോ എഴുതിയപ്പോൾ എന്ത് വന്നിരിക്കുന്നു? ടൈപ്പ് ഓഫ് ലെറ്ററും വന്നു. ഓക്കെ, അപ്പം റെഫേർഡ് എന്ന് എഴുതുമ്പോൾ ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. REFE RRED ആണ്, 2 F അല്ല 2 R ആണുള്ളത്. അപ്പോൾ ആദ്യത്തേതിനകത്ത് നമ്മൾ പർപ്പസിനെ കൊണ്ടുവന്ന ഫ്രേസ് എന്തായിരുന്നു? ഹൂ റിക്വയേഴ്സ് എന്നായിരുന്നു അല്ലേ. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ഫോർമാറ്റിൽ എങ്ങനെയാണ് പർപ്പസ് വന്നിരിക്കുന്നത്? ഹൂ റിക്വയേഴ്സ് വെച്ചിട്ടല്ല നമ്മൾ പർപ്പസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എന്ത് കണക്ടർ ഉപയോഗിച്ചാണ്? ഫോർ. Mr. X is being referred for, Mr. X is being discharged for, Mr. X is being transferred for continuing care and assistance, for evaluation and management, for guidance and counseling, full stop. Okay, ഇതാണ് രണ്ടാമത്തെ ഫോർമാറ്റ്. ഇനി അടുത്തത് എന്താണ്? ദിസ് ഈസ് ടു റെഫർ, അല്ലെങ്കിൽ ദിസ് ഈസ് ടു ഡിസ്ചാർജ്, അല്ലെങ്കിൽ ദിസ് ഈസ് ടു ട്രാൻസ്ഫർ. അവിടെയും ഞാൻ എന്നുള്ള ഒരാൾ വരാതെ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് OET അക്സെപ്റ്റഡ് ആണ് കേട്ടോ. മിസ്റ്റർ എക്സ് ഹൂ റിക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പർപ്പസ് എഴുതണം. ദിസ് ഈസ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയേഴ്സ് ഫിസിയോതെറാപ്പി ആൻഡ് അസിസ്റ്റൻസ്. ദാറ്റ് ഓൾസോ ഈസ് ഫൈൻ.
ഓക്കെ, അതിനകത്ത് 3 പേരും വന്നിട്ടുണ്ടല്ലോ. അതായത് പേഷ്യൻസ് ഫുൾ നെയിം, ടൈപ്പ് ഓഫ് ലെറ്റർ ആൻഡ് പർപ്പസ് വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയും വെൻ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു എ ഹയർ ഡെസിഗ്നേഷൻ, ഇപ്പോൾ ഒരു ഡോക്ടറിനാണ് എഴുതുന്നതെന്ന് വെച്ചോ. ഡോക്ടറിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാമോ, ഐ എം റൈറ്റിംഗ് ടു റെഫർ എന്ന് പറഞ്ഞ് എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്ലീസ് ടെൽ മീ വെദർ നമുക്കങ്ങനെ ഐ എം റൈറ്റിംഗ് ടു റെഫർ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് ഡോക്ടറിനോ ഹയർ ഡെസിഗ്നേഷനോ എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഈസ് ദർ എനി പ്രോബ്ലം വെൻ വി റൈറ്റ് ഓർ വെൻ വി ബിഗിൻ ദ ഇൻട്രൊഡക്ഷൻ ഫോർ എ ഡോക്ടേഴ്സ് ലെറ്റർ ലൈക്ക് ദിസ്? Say yes or no. Please comment. Good afternoon, Shruti. No problem. No. നമുക്ക് ഇപ്പോൾ പറഞ്ഞ 3 പേരെയും നമുക്ക് ആർക്കും എഴുതാവുന്നതാണ്, ഹയർ ഡെസിഗ്നേഷനും എഴുതാവുന്നതാണ്. പക്ഷേ ഇഫ് വി ഫീൽ ലൈക്ക് വേണമെങ്കിൽ നമുക്ക് ഹയർ ഡെസിഗ്നേഷന് ഇങ്ങനെയും തുടങ്ങാമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മറ്റേത് എഴുതാൻ പറ്റില്ല എന്നൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് താങ്ക് യു ഫോർ സീയിങ് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ്, രണ്ടും കൂടി എഴുതി വെക്കരുത്. താങ്ക് യു ഫോർ സീയിങ് മിസ്റ്റർ എക്സ് ഹൂ റിക്വയേഴ്സ്, ഇല്ലെങ്കിൽ താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മിസ്റ്റർ എക്സ് ഹൂ റിക്വയേഴ്സ് എന്നും വരുന്നുണ്ട്. ഇത് അൺനോൺ കേസാണ്, നോൺ കേസിന് നമ്മൾ എഴുതാറില്ല. അപ്പോൾ താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് അതിനകത്ത് ടൈപ്പ് ഓഫ് ലെറ്റർ എന്ത് ചെയ്യുന്ന വരും, റെഫറലായിട്ട് അത് പൊക്കോളും കേട്ടോ. ഓക്കെ, സോ വി ഹാവ് സീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഫോർ ആൻ അൺനോൺ കേസ് ലെറ്റർ അല്ലേ? ഓക്കെ, ഇനിയുമുണ്ട്. ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത സെഷനിലോട്ട് മൂവ് ആവുകയാണേ. ഓക്കെ, ഹോം വിസിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനിയും ഇപ്പം നമ്മൾ റെഫർ ചെയ്ത് വിടുന്നു, ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനിയും പേഷ്യൻറ്റിന് ഒരു ഹോം വിസിറ്റാണ് വേണ്ടതെന്ന് വെച്ചോ. ഹോം വിസിറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതാമെന്നുള്ളതാണ്. ഇവിടെയും ഈ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് ഞാൻ കണ്ടീഷനെ കൊണ്ടുവന്നിട്ടില്ല. ഹോം വിസിറ്റ് എങ്ങനെ പേഷ്യൻറ്റിൻ്റെ പേരും ടൈപ്പും പിന്നെന്തായിരുന്നു പർപ്പസും വരുമെന്ന് മാത്രമേ ആയിട്ടുള്ള കണ്ടീഷൻ നമുക്ക് വി വിൽ ഡിസ്കസ് ടുഗെദർ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 2 തരത്തിലുള്ള ഹോം വിസിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതെന്തിനാ 2 എണ്ണമെന്ന് പറഞ്ഞുതരാം. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ്. ഇപ്പം പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആയി പോവുകയാണ്, നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിനോട് പറയാണ് ഡ്രസ്സിങ് ചേഞ്ചിനായിട്ട് പേഷ്യൻറ്റിനെ വീട്ടിൽ വിസിറ്റ് ചെയ്യണമെന്ന്. അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്താണ്, പേഷ്യൻറ്റിന് ഹോം വിസിറ്റ് വേണമെന്ന് ആ റീഡറോട് പറയുവാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, നമ്മൾ അറേഞ്ച് ചെയ്യുക എന്ത്, ഹോം വിസിറ്റ്. സോ അത് ഹോം വിസിറ്റ് ആണ്. അതായത് കേസ് നോട്ടിൽ ഹോം വിസിറ്റ് എന്നുള്ള വാക്ക് തന്നെ വരണം കേട്ടോ. ഹോം വിസിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ ഇൻട്രൊഡക്ഷൻ ദാറ്റ് വി വിൽ റൈറ്റ് ഫോർ അവർ എന്താണ് ഹോം വിസിറ്റ്. ഹോം കെയർ നഴ്സ് സെയിം ആണോ? ഹോം വിസിറ്റ് ഹോം കെയർ നഴ്സ്. ഹോം കെയർ നഴ്സ് എന്ന് പറഞ്ഞാൽ ഹോം വിസിറ്റ് ആണോ എന്നാണോ ക്രിസ്റ്റീന ഉദ്ദേശിച്ചത്? എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. ഹോം കെയർ നഴ്സ് ഒബ്വിയസ്ലി ഹോം നഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുവാണെങ്കിൽ വിസിറ്റ് ഇല്ലാതെ സ്ഥിരമായിട്ട് അവിടെ നിന്നുകൊണ്ട് കെയർ കൊടുക്കുന്ന എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണോ കേസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ഇവരോട് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം വിസിറ്റ് എന്നാക്കണം. അല്ലാതെ ഇൻ ഹോം നഴ്സിംഗ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ഹോം എന്ന് തന്നെ എഴുതണം കേട്ടോ ക്രിസ്റ്റീന. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമ്മളോട് അങ്ങനെ ആദ്യമായിട്ട് ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്യൂ പേഷ്യൻറ്റിനെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ്. നോക്കിക്കേ, എ ഹോം വിസിറ്റ് ഹോം വിസിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലീസ് ടെൽ മീ വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ? അത് ഭയങ്കര ക്ലിയർ ആണ്. ഒറ്റ ഹോം വിസിറ്റ് മതി എന്നുണ്ടെങ്കിൽ എ ഹോം വിസിറ്റ് എന്ന് എഴുതിയിരിക്കണം. വി ഹാവ് സീൻ ദാറ്റ് ആർട്ടിക്കിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ OET റൈറ്റിംഗ് അല്ലേ? അപ്പോൾ ഒരു വിസിറ്റ് ആണെങ്കിൽ എ ഹോം വിസിറ്റ് എന്നും, എന്നാൽ അങ്ങനെയല്ല ഒന്നിൽ കൂടുതൽ വിസിറ്റുകൾ വേണമെങ്കിൽ ഹോം വിസിറ്റ്സ് എന്നും നമ്മൾ എഴുതി പോകണം. സോ ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഹോം വിസിറ്റ്സ് ഫോർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പർപ്പസ് എഴുതുവാണ്. ഇപ്പം കണ്ടിന്യൂയിങ് കെയർ ആണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് സപ്പോർട്ട് ഫുൾ സ്റ്റോപ്പ്. അപ്പം ഈ റിക്വസ്റ്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ബ്രാക്കറ്റിലുണ്ട് പേഷ്യൻ്റ് നീഡ്സ് ഹോം വിസിറ്റ്. ആദ്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് എന്ത്, ഹോം വിസിറ്റ്. എന്നാൽ ചില കേസുകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന എക്സാമിനേഷനിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി നഴ്സ് ഹോം വിസിറ്റ്സ് അറേഞ്ച്ഡ് എന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി നഴ്സിൻ്റെ ഹോം വിസിറ്റ് അറേഞ്ച്ഡാണ്.
എന്നിട്ട് നമ്മളോട് ലെറ്ററിൽ പറഞ്ഞിരിക്കുകയാണ് ആ കമ്മ്യൂണിറ്റി നഴ്സിന് ലെറ്റർ എഴുതാൻ. റൈറ്റിംഗ് ടാസ്കിലോ കമ്മ്യൂണിറ്റി നഴ്സാണ് റീഡർ. അതിന് തൊട്ട് മുമ്പിൽ എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹോം നഴ്സ് വിസിറ്റ് അറേഞ്ച്ഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി അറേഞ്ച്ഡ് ആണല്ലേ. ഡെയിലി ഹോം വിസിറ്റ് എങ്കിൽ എങ്ങനെ തന്നെ എഴുതാമല്ലോ. ഡെയിലി ഹോം വിസിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഹു റിക്വസ്റ്റ് ഡെയിലി ഹോം വിസിറ്റ് എന്ന് എഴുതാം കേട്ടോ. സോ എപ്പോഴും നമ്മൾ കേസ് നോട്ടിൽ എന്താണോ നമുക്കൊരു വാക്ക് തന്നിരിക്കുന്നത് അതിനെ കണ്ണടച്ചുകൊണ്ടങ്ങ് ഫോളോ ചെയ്തോളാം, നോ പ്രോബ്ലം. എന്നാൽ അത് മാത്രമേ എഴുതാവൂ. പുതിയതായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും പർപ്പസ് എഴുതാനൊന്നും വേണ്ട. ഓക്കെ, യെസ്. അപ്പോൾ ഓൾറെഡി അറേഞ്ച്ഡ് ആണ് വിസിറ്റ്. പിന്നെ എന്തിനാ ആ നഴ്സിനോട് തന്നെ ലെറ്റർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? അതായത് പേഷ്യൻറ്റിന് ഇനി എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിയിച്ചു കൊടുക്കണമല്ലോ, അതിനായിട്ടാണ് ലെറ്റർ എഴുതുന്നത്. സോ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുകയാണ്, പർപ്പസ് ആക്കുകയാണ് എന്ത്? ഹോം വിസിറ്റിനെ. അത് ക്ലിയർ ആണോ ആ ഭാഗം? ചിലർക്ക് നല്ല കൺഫ്യൂഷൻ വരാറുണ്ട് ഇത് എഴുതുമ്പോൾ. ഓൾറെഡി അറേഞ്ച്ഡ് ഹോം വിസിറ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ റിക്വസ്റ്റ് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. റിക്വസ്റ്റൊക്കെ ചെയ്ത് ഹോം വിസിറ്റ് സെറ്റ് ചെയ്തല്ലോ. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റിന് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? ഇൻട്രൊഡക്ഷനാണ് എഴുതുന്നത് കേട്ടോ. സോ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയർസ് എ ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഹോം വിസിറ്റ്സ്. അപ്പം ഓൾറെഡി അവിടെ അറിയാം നമ്മൾ ഹോം വിസിറ്റ് അറേഞ്ച് ആണെങ്കിൽ ഇന്നയാൾക്ക് എന്നുള്ളത് അവിടെ വരുന്നുണ്ട് കേട്ടോ. സോ ഇഫ് വി ആർ നോട്ട് ആസ്ക്ഡ് ടു ഓർഗനൈസ് അല്ലെങ്കിൽ അറേഞ്ച് എ ഹോം വിസിറ്റ്, ഇറ്റ് ഈസ് ബെറ്റർ ഫോർ അസ് ടു റൈറ്റ് ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയർസ് എ ഹോം വിസിറ്റ്. അപ്പം നന്നായിട്ട് കേസ് നോട്ട് വായിക്കണം ദാറ്റ് ഹോം വിസിറ്റ് അറേഞ്ച്ഡ് ആണോ എന്ന് കേട്ടോ. അറേഞ്ച്ഡ് അല്ല എങ്കിൽ ആദ്യത്തെ ഫോർമാറ്റിലുമാണ് പോകേണ്ടത്. നിങ്ങൾക്കും കൺഫ്യൂഷനായോ അതോ ക്ലിയർ ആണോ എന്ന് പ്ലീസ് കമൻറ്റ്. ഓക്കെ, Sabrine has asked a doubt if patient is baby but mother needs advice regarding breastfeeding or something else, how to write introduction. Okay, ഇത് ഒരു ടു പേഷ്യൻ്റ് കോൺസെപ്റ്റ് എന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളതാണല്ലേ. അപ്പം മദർ ആൻഡ് ചൈൽഡ് കേസ് നോട്ട് എന്ന് പറയും. അപ്പം കുഞ്ഞിനാണ് ബുദ്ധിമുട്ട്, അമ്മയ്ക്കാണ് കെയർ വേണ്ടതെങ്കിൽ രണ്ടുപേരെയും കൂടി എഴുതാം എന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ്, ദിവ്യ നോ വറീസ്, എഴുതരുത്. അവിടെ നമുക്ക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞ ഒരാൾ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കേസ് നോട്ടിലെ പേഷ്യൻ്റ് നെയിം അല്ലെങ്കിൽ ആരുടെ കംപ്ലൈൻ്റ് ആണോ മുമ്പിൽ വന്നിരിക്കുന്നത് ആ ആൾ തന്നെയാണ് പേഷ്യൻ്റ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, സോറി. അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യം തന്നെയാണ് ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. അപ്പം ഐ ആം റൈറ്റിംഗ് ടു റെഫർ ബേബി ഹൂ റിക്വയർസ്. അപ്പോൾ അതൊരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ആയിരിക്കുമല്ലോ, അത് എഴുതിയിട്ട് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് എഴുതണം. അപ്പോൾ ആ കുട്ടിക്ക് ആ കണ്ടീഷൻ ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് വേണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അതിനെ തുടർന്നായിരിക്കും എന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ഇംപ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് അവിടെ എഴുതി വെക്കാം. എന്നിട്ട് ഈ അമ്മയുടെ കാര്യം നമുക്ക് ത്രൂ ഔട്ട് ബോഡി പാരഗ്രാഫ് ആൻഡ് റെക്കമെൻഡേഷനിൽ പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് കണക്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് ഇങ്ങനത്തെ അമ്മയ്ക്കുള്ളൊരു ഇഷ്യൂ കാരണമാണ് കുട്ടിക്ക് പ്രോബ്ലം എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഓൺലി യുവർ പേഷ്യൻറ്റ് ഈസ് ഇൻ ദ റെഫറൻസ് ആൻഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ Sabrine. ഓക്കെ, സോ ഹോം വിസിറ്റിലോട്ട് ഞാൻ തിരിച്ചു പോവാണ്. അവിടെ ഇച്ചിരി ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി അറേഞ്ച്ഡ് ഹോം വിസിറ്റിനെ പർപ്പസ് ആക്കണം, പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് കൊടുക്കണം. അതേസമയം നമ്മളോട് ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം ഹോം വിസിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ കാണാതെ പഠിച്ച് വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പം അറേഞ്ച്ഡ് ഹോം വിസിറ്റ് ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയർസ് എ ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഹോം വിസിറ്റ്സ് ഫോർ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് സപ്പോർട്ട്. ആദ്യമായിട്ടാണെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ്സ് ഫോർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയർസ് കണ്ടിന്യൂയിങ് കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓൾറെഡി അറേഞ്ച്ഡ് ആണെങ്കിൽ വീണ്ടും ഞാൻ എന്തിന് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വരുന്നില്ലേ. അതുകൊണ്ട് ഹോം വിസിറ്റ് ആവശ്യമായിട്ടുള്ള പേഷ്യൻറ്റിനെ ഞാൻ റെഫർ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഫോർമാറ്റ് കേട്ടോ. Sabrine, please tell me whether that two-patient concept is clear for you or not. Okay, please comment. So Divya, I hope it is clear for you as well now. Okay, നമുക്ക് അടുത്ത സെഷൻസ് നോക്കാം. അപ്പോൾ അവിടെ ഹോം വിസിറ്റിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൾറെഡി അറേഞ്ച്ഡ് ആണോ അതോ നമ്മൾ അറേഞ്ച് ചെയ്യുവാണോ അതോ ഒരു വിസിറ്റാണോ ഒന്നിൽ കൂടുതൽ വിസിറ്റ്സ് ആണോ എന്നുള്ള കാര്യങ്ങൾ
നോക്കണം. ഓക്കെ. ഓക്കെ ദിവ്യ. അപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷനിലെ 4th മാൻഡേറ്ററി തിങ് ഉണ്ടല്ലോ, എന്താണ് 4ാമത്തെ കാര്യം ഇൻട്രൊഡക്ഷനിലോട്ട് എഴുതേണ്ടത്? കണ്ടീഷൻ വേർഡ്സ് അല്ലേ. നമുക്ക് ഒരുപാട് രീതിയിൽ ഇപ്പം നമ്മൾ സാധാരണ OET റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന കണ്ടീഷൻ വേർഡ്സിനെയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കേട്ടോ. ഇതിൻ്റെ എപ്പോൾ എന്നുള്ളത് കുറേ ഡീറ്റെയിലിംഗ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഐ ജസ്റ്റ് ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് എപ്പോഴൊക്കെ എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പം അതിൻ്റെ മോർ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഓൾവേസ് ബി എ പാർട്ട് ഓഫ് ടിജൂസ് അക്കാഡമി കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുന്നതാണ് അക്കാഡമിയിൽ. അപ്പം നിങ്ങൾ ഇത്രയും ഇപ്പം അറിഞ്ഞിരിക്കുക, എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ കണ്ടീഷൻ എഴുതി പോകാറെന്നുള്ളത് കേട്ടോ. ഓക്കെ. സോ നോക്കിക്കേ, അതിൽ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് ഹീ. ഇപ്പം ഞാനൊരു പേഷ്യൻറ്റിന് ഹീ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു മെയിൽ പേഷ്യൻ്റായിട്ട് കൺസിഡർ ചെയ്ത്. ഹീ ഈസ് റിക്കവറിങ് ഫ്രം എന്ന് നമുക്ക് എഴുതാറുണ്ട്. ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് എഴുതാറുണ്ട്. ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത്, ഹി ഹാസ് എഴുതാറുണ്ട്. Okay, then he is recovering after, he underwent, he had an episode of, he is suspected to have, he is assessed to have, he is provisionally diagnosed with, he is provisionally assessed to have. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻട്രൊഡക്ഷനിലെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ എഴുതാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള കേസ് നോട്ടിലാണ് നമ്മൾ റിക്കവറിങ് ഫ്രം എഴുതുന്നത്, വാസ് ഡയഗ്നോസ്ഡ് എഴുതുന്നത്, ഹാഡ് എഴുതുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. യൂസഫ് ഹാസ് ആസ്ക്ഡ് എ ഡൗട്ട്, ഷുഡ് വി റൈറ്റ് ഹോം അഡ്രസ് ഇൻ ലാസ്റ്റ് പാരഗ്രാഫ് ഇഫ് ദ പർപ്പസ് ഈസ് ഹോം വിസിറ്റ്? ലാസ്റ്റ് പാരഗ്രാഫിൽ ഹോം വിസിറ്റ് ആണെങ്കിൽ അഡ്രസ്സ് അത് അത്ര റെലവൻ്റ് ഒന്നും അല്ല കേട്ടോ. പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സ് അവിടെ വേണം എന്നുള്ളത് ലെറ്ററിലോട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യം ഇല്ല. പിന്നെ ഒരു ഒറ്റ ലൈനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ, പക്ഷേ വേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് റീഡറുടെ അഡ്രസ്സാണ് ലെറ്ററിൻ്റെ പാർട്ടായിട്ട് വേണ്ടത്. ഓക്കെ. സോ റിക്കവറിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുന്നത് പോലെ തന്നെ എന്താണ്, റിക്കവറി പോസിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് എന്ന് വെച്ചോ. പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനുമായിട്ട് വന്നതാണ്, എന്നിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തു, ആൻഡ് ആക്ച്വലി ദാറ്റ് കണ്ടീഷന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിക്കവറി ഉള്ള ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീ ഈസ് റിക്കവറിങ് ഫ്രം എന്നെഴുതാം. അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയായിരുന്നു? അതിൻ്റെ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് കൊടുത്തു. മാനേജ്മെൻറ്റിനെ തുടർന്ന് പ്രോഗ്രസ് എവിഡൻ്റ് ആണ് കേസ് നോട്ടിൽ നിന്ന് കേട്ടോ. പ്രോഗ്രസ് ഇന്ന രീതിയിലൊക്കെ കൊടുക്കാം, അല്ലെ പ്രോഗ്രസ് ഇന്ന രീതിയിലൊക്കെ ഉണ്ട് എന്ന് കേസ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇപ്പം നടക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ചുമ കുറഞ്ഞു, അല്ലെങ്കിൽ മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അങ്ങനത്തേതൊക്കെ ഒരു പ്രോഗ്രസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേസ് നോട്ടിൽ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് റിക്കവറിങ് ഫ്രം എഴുതാം. അപ്പം റിക്കവറി കംപ്ലീറ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഓക്കെ. ഇപ്പം എനിക്കിവിടെ കുറേ എക്സാമ്പിൾസ് കിട്ടുന്നുണ്ട്. ന്യൂമോണിയ എന്നുള്ളത്. ഇപ്പം ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റ്, അതിന് മാനേജ്മെൻ്റ് ഒക്കെ കൊടുത്തു, സിംറ്റംസ് ഒക്കെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വിടുവാണെങ്കിൽ ഹീ ഈസ് റിക്കവറിങ് ഫ്രം ന്യൂമോണിയ എന്ന് എഴുതാം. എന്നാൽ ഇപ്പോൾ ഒരു ക്യാൻസർ ആയിരുന്നു എന്ന് വെച്ചോ. അപ്പോൾ ക്യാൻസറിന് ഇപ്പോൾ മാനേജ്മെൻറ്റ് കൊടുത്തു എന്ന് വെച്ചോ. മാനേജ്മെൻറ്റ് കൊടുത്തും പേഷ്യൻറ്റിന് ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ഹീ ഈസ് റിക്കവറിങ് ഫ്രം ക്യാൻസർ എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? പ്രോഗ്രസ് എവിഡൻ്റ് ആയിരിക്കണം. പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് റിക്കവറിങ് ഫ്രം എഴുതാമെന്നാണ് ഈ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് ഹീസ് റിക്കവറിങ് ഫ്രം ക്യാൻസർ എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? നോ,
പറ്റില്ല കേട്ടോ. സോ നെവർ റൈറ്റ് റിക്കവറിങ് ഫോർ ആർക്കാണ് ക്യാൻസർ. നമുക്കറിയാം ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് എത്താൻ പറ്റാത്ത കണ്ടീഷനാണ് അല്ലേ. അതിന് റെക്കറൻസ് ഉണ്ട്. എത്രയൊക്കെ നമ്മളതിനെ ട്രീറ്റ് ചെയ്ത് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാലും പിന്നീട് എപ്പോഴാണ് അത് തിരികെ വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാത്ത കണ്ടീഷനാണ് ക്യാൻസർ. സോ നെവർ റൈറ്റ് റിക്കവറിങ് ഫോർ ക്യാൻസർ. അപ്പോൾ അല്ലാതെ അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് മെഡിസിനൊന്നും ഇനിയും കണ്ടിന്യൂ ചെയ്യാതെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഭേദമാകുന്ന കണ്ടീഷൻസിനാണെങ്കിൽ നമുക്ക് എന്തോ എഴുതാം, റിക്കവറിങ് ഫ്രം എഴുതാനായിട്ട് പറ്റും. ദിവ്യ, കംപ്ലീറ്റ് ക്യൂർ ആകാത്ത ഡിസീസസിൽ റിക്കവറിങ് പറ്റില്ല. യെസ്, ഓഫ് കോഴ്സ് അങ്ങനെയാണ്. അത് ഭേദമാവുക എന്നല്ലേ നമ്മൾ പറയുമ്പോഴേ, കംപ്ലീറ്റ് ആയിട്ട് ഭേദമാകുന്ന അസുഖങ്ങൾ എന്ന് നോക്കിയേച്ചാൽ മതി. അങ്ങനെ പറ്റുന്നതാണെങ്കിൽ മാത്രമേ റിക്കവറിങ് എഴുതുള്ളൂ. അല്ലാത്തതിന് നമ്മൾ എന്തോ ചെയ്യുകയില്ല, റിക്കവറിങ് എഴുതില്ല. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു തന്നല്ലോ. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുകയാണ്, ഫർദർ റെഫറൻസ് നടത്തുകയാണ്, ഫർദർ സ്റ്റഡീസാണ്. ഇപ്പം ബീയിങ് നഴ്സസ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഏത് റിക്കവറി കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഏതിനാണ് പറ്റാത്തത് എന്ന് അറിയാം. അപ്പോൾ OET കണ്ടീഷൻ ബേസ്ഡ് ആണ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നുള്ളതും കൂടിയാണ്. ഒരു കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ഉള്ളതാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ. റിക്കവറിങ് ഫ്രം ദ സിംറ്റംസ് ഓഫ് ക്യാൻസർ എന്നും അതും വേണ്ട കേട്ടോ. അപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഹാസോ അല്ലെങ്കിൽ ഹാസ് ബീൻ ഡയഗ്നോസ്, അതിപ്പോൾ പറയാം, അത് എഴുതുന്നതായിരിക്കും നല്ലത്. എനിവേ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ബി അവേ ഫ്രം റിക്കവറിങ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ക്യാൻസർ കേട്ടോ. യെസ്, അങ്ങനെ എഴുതിക്കോളൂ ജാനറ്റ് കേട്ടോ. ദെൻ അടുത്തത് എന്താണ്, വാസ് ഡയഗ്നോസ്ഡ്. വാസ് ഡയഗ്നോസ്ഡ് നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പേഷ്യൻറ്റിന് സ്റ്റെബിലിറ്റി കിട്ടിയെന്ന് വെച്ചോ, ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല പേഷ്യൻ്റ്, അതിനെ മാനേജ് ചെയ്ത് അതിനെ ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിലാണെങ്കിൽ നമ്മൾ വാസ് ഡയഗ്നോസ്ഡ് എഴുതുന്നത്. പക്ഷേ റിക്കവറിങ്ങിന് പകരം റിക്കുപ്പറേറ്റ്, നോ പ്രോബ്ലം, റിക്കുപ്പറേറ്റിംഗ് എഴുതാറുണ്ട് കേട്ടോ. യെസ്, യു ക്യാൻ യൂസ് GB. പിന്നെ അപ്പോൾ സ്റ്റെബിലിറ്റിയാണ് വാസ് ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടെ, പേഷ്യൻറ്റിന് സ്റ്റെബിലിറ്റി വന്നു, അതായത് ആ കണ്ടീഷൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇനിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ എന്തിനാണ് റെഫർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് എന്നൊന്ന് ചിന്തിക്കുമോ? സ്റ്റെബിലിറ്റി വന്നു എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഉള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇപ്പോഴും ഇല്ലയെന്ന്. അങ്ങനെയുള്ള ഒരാളെ ആ കണ്ടീഷനുമായിട്ട് എന്തിന് ഫർദർ റെഫർ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ വാസ് ഡയഗ്നോസ്ഡ് ഭയങ്കര റെയറായിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ സോഷ്യൽ എഴുതുമ്പോൾ ഉപയോഗിക്കാം. ഇൻട്രൊഡക്ഷനിൽ വാസ് ഡയഗ്നോസ്ഡിന് പകരം ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാൽ റീസെൻ്റാണ്, പ്രസൻറ്റ് പെർഫെക്റ്റാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് എവിടെ വരുന്നത്, ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വെച്ച് എഴുതുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാസ് ഡയഗ്നോസ്ഡ് ആൻഡ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്, അതായത് ഹാഡ് അവിടെ ഉണ്ട്, ഞാനിത് രണ്ടും കൂടെ കണക്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ ദേവ. ഐ കം ടു ഹാഡ്. അപ്പോൾ വാസ് ഡയഗ്നോസ്ഡ് കംപ്ലീറ്റ് സ്റ്റെബിലിറ്റിയാണ്, മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പേഷ്യൻറ്റിന് ഇല്ല എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എഴുതാം. അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം ക്യാൻസറിന് നമുക്ക് വാസ് ഡയഗ്നോസ്ഡ് വെച്ച് എഴുതാമോ? Could you please comment your answers whether we can write he was diagnosed with cancer? വാസ് ഡയഗ്നോസ്ഡിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ആൻസർ പറയും. നോ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ വാസ് ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ആയിപ്പോത്തില്ലേ. അപ്പം ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ലങ് ക്യാൻസർ എന്നോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ എന്നോ പറഞ്ഞാൽ പേഷ്യന് സ്റ്റെബിലിറ്റി വന്നു എന്ന് നമ്മൾ പറയാതെ പറയുകയാണല്ലേ. അപ്പം അവിടെ അതും പറ്റുകയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് അവിടെ ഉപയോഗിക്കാം. അപ്പം ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നോക്കിക്കേ, റീസെൻ്റ് ആയിരിക്കണം ഡയഗ്നോസിസ്. ഓക്കെ, റീസെൻ്റ് ഡയഗ്നോസിസ് ആയിരിക്കണം. പിന്നെ ആ കണ്ടീഷനെ ഫസ്റ്റ് ടൈമായിട്ടായിരിക്കണം കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഹാസ് ബീൻ എഴുതേണ്ടത്. അതെന്തിനാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഹാസ് ബീൻ ഫസ്റ്റ് ടൈം, ഇപ്പം സ്ട്രോക്ക് അല്ലെങ്കിൽ സീഷറൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? എപ്പിസോഡ്സ് ആണേ, അതായത് ഒന്ന് വന്നാൽ വീണ്ടും വരും.
ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് ഓഫ് സ്ട്രോക്കാണ് ഇപ്പോൾ പേഷ്യൻറ്റിന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതെങ്കിൽ ഈസ് ഇറ്റ് പോസിബിൾ ഓർ ഈസ് ഇറ്റ് ആപ്റ്റ് ഫോർ us ടു റൈറ്റ് ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എ സ്ട്രോക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. While you think about it, let me answer John C's question. Today പാരഗ്രാഫിൽ ഓൺ എക്സാമിനേഷൻ കഴിഞ്ഞ് ഹീ അല്ലെങ്കിൽ ഷീ ഹാഡ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ടുഡേയിലെ കാര്യം എഴുതുകയാണ്. അപ്പോൾ ടുഡേയിലെ കാര്യത്തിൽ ഓൺ എക്സാമിനേഷനിൽ നിന്ന് നിങ്ങൾ എഴുതിയോ? പാസ്റ്റ് ടെൻസേ പറ്റുള്ളൂ. ടുഡേ ആണെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്നത് എന്താണ്? എക്സാമിനേഷൻ ചെയ്തപ്പോൾ എന്ന. അപ്പം നമുക്ക് എന്നാൽ എഴുതേണ്ടത് പേഷ്യൻറ്റിന് ഇപ്പോഴുമുള്ള കാര്യം ടുഡേ ആണ്, ഇന്നും ഉണ്ടെന്ന് വെച്ചോ. അപ്പം നമ്മളിവിടെ ഓൺ എക്സാമിനേഷൻ എഴുതേണ്ട കാര്യമില്ല. പേഷ്യൻറ്റിന് ഇന്ന കണ്ടീഷൻ ഉണ്ടെന്ന് എഴുതിയാൽ പോരെ. ക്ലിയർ ആണോ ജോൺസി? ഇപ്പം ഇന്ന് വന്നു, ഇന്ന് വരുമ്പോഴത്തേക്കിന് പേഷ്യൻറ്റിന് ലെഗ് വീക്ക്നെസ് ഉണ്ട്. അത് അസസ്മെൻറ്റിലാണ് കണ്ടതെന്ന് നമ്മൾ പറയുന്നെങ്കിൽ ഓൺ അസസ്മെൻറ്റ് ഷീ ഹാഡ് ലെഗ് വീക്ക്നെസ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴാണ് പേഷ്യൻറ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഓൺ അസസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ പേഷ്യൻറ്റിന് ഇപ്പോഴും ഉള്ള കാര്യം എഴുതാൻ? ഷീ ഹാസ് വീക്ക്നെസ് ഇൻ ദ ലെഗ് അല്ലെങ്കിൽ ഷീ ഹാസ് ലെഫ്റ്റ് ലെഗ് വീക്ക്നെസ് എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ഒന്നും ആകാതെ കാര്യം എഴുതാൻ പറ്റും. അപ്പോൾ ടുഡേയിലെ കാര്യം ഇപ്പോൾ പേഷ്യൻറ്റിന് ഉള്ള കാര്യമാണെങ്കിൽ പേഷ്യൻ്റ് ഉണ്ട് എന്നുള്ള ഫാക്റ്റ് നിങ്ങൾ എഴുതിക്കോ. അതേസമയം എക്സാമിനേഷൻ ഫൈൻഡിങ്സ് പാസ്റ്റ് ടെൻസിലാണ് പോകേണ്ടത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്? ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എ സ്ട്രോക്ക് എന്ന് രണ്ടാമത്തെ തവണ സ്ട്രോക്ക് കണ്ടുപിടിക്കുമ്പോൾ എഴുതാമോ എന്നല്ലേ? എഴുതാൻ പറ്റുമോ? നോ എന്ന് ഒരുപാട് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. യെസ്, കറക്റ്റാണ് അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോഴാണോ അത് ഡയഗ്നോസ് ചെയ്തത്? അല്ല, ആദ്യം വന്നപ്പോഴല്ലേ അതിൻ്റെ ആദ്യത്തെ ഡയഗ്നോസിസ് കഴിഞ്ഞത്. സോ ഫസ്റ്റ് ടൈം ഡയഗ്നോസിസ് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. സോ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടീഷൻ ഈ റെക്കറൻസ് ഉള്ള വീണ്ടും റിലാപ്സ് ഉള്ള കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്, സോഷ്യലിൻ്റെ അകത്ത് പോയി നോക്കണം നേരത്തെ പേഷ്യൻറ്റിന് ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. പലരും സ്ട്രോക്ക് എന്ന് കണ്ടാലുടനെ ഇപ്പോൾ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എഴുതിയെന്ന് വെച്ചു. അപ്പോഴാണ് സോഷ്യലിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു 2015 സ്ട്രോക്ക് അല്ലെങ്കിൽ CV എന്നായിരിക്കും. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? 2015 ആദ്യം ഒന്ന് വന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എഴുതി വെച്ച സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്? ഹാഡിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ റിലാപ്സ് ഉള്ള കണ്ടീഷൻസിൻ്റെ ഒരു ഇവൻ്റ് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ എഴുതും? ഹാഡ് എഴുതും. ഓക്കെ, അങ്ങനെ കണക്റ്റ് ചെയ്ത് പറയാനായിട്ടായിരുന്നു ഞാൻ മുമ്പേ ഹാഡ് വിട്ടുപോയതല്ല, ഹാഡിനെ അവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് ആണെങ്കിൽ എന്തോ എഴുതാനായിട്ട് പറ്റും? ഹി ഹാഡ് എ സ്ട്രോക്ക് അല്ലെങ്കിൽ ഷീ ഹാഡ് എ സ്ട്രോക്ക് എന്നെഴുതി വെച്ചാൽ മതി കേട്ടോ. ഒരു സ്ട്രോക്ക് ഉണ്ടായി എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. സോ ആ റിക്കറൻസ് ഉള്ള കണ്ടീഷൻസിന് എപ്പോഴും നമ്മൾ ഹാഡ് അല്ലെങ്കിൽ ഹാഡ് ആൻ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എപ്പിസോഡാണെന്ന് നമുക്ക് ഉറപ്പുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ എപ്പിലെപ്സി ആയിക്കോട്ടെ, കൺവൽഷൻസ് ആയിക്കോട്ടെ, പിന്നെ സീഷേഴ്സ് ഒക്കെ, അവർക്കൊക്കെ ഹി ഹാഡ് ആൻ എപ്പിസോഡ് അല്ലെങ്കിൽ ഷീ ഹാഡ് ആൻ എപ്പിസോഡ് എഴുതാം. എന്നാൽ സ്ട്രോക്കിനെ നമ്മൾ എപ്പിസോഡായിട്ട് എഴുതുന്നതിനേക്കാളും നല്ലത് ഹാഡ് എന്ന് വെറുതെ എഴുതുന്നതാണ് കേട്ടോ. ഹി ഹാഡ് എ സ്ട്രോക്ക് അല്ലെങ്കിൽ ഷീ ഹാഡ് എ സ്ട്രോക്ക്. നോക്കിക്കോണം, സ്ട്രോക്ക് കൗണ്ടബിൾ ആണ്, എ വേണം. അപ്പം അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അല്ലാതെ ഇത് തെറ്റല്ല. എ സ്ട്രോക്ക് എന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് ആലോചിക്കരുത്. സ്ട്രോക്ക് കൗണ്ടബിൾ ആയതുകൊണ്ടാണ് എ സ്ട്രോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ക്ലിയർ ആണോ? Please tell me whether recovering from was diagnosed, had, has been diagnosed is clear for you or not. So that I can, നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്യും. ഇല്ലെങ്കിൽ I want to give you more explanation. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഹാസ്. അപ്പം ഹാഡ് ഷാലു എപ്പിസോഡ് ഓഫ് സ്ട്രോക്ക് റോങ് ആണോ? റോങ് ഒന്നുമല്ല, ശരിയാണ്. ഈ പറയുന്ന പോലെ സ്ട്രോക്കും അങ്ങനെ തന്നെയാണ്. എപ്പിസോഡ് ഒന്ന് വന്നിട്ട് പിന്നെ വരാറുണ്ടല്ലേ, നമുക്ക് എഴുതാം. അതും പിന്നെ വരണമെന്ന് നിർബന്ധവും ഇല്ലല്ലേ, മെഡിസിനൊക്കെ കറക്റ്റായിട്ട് കണ്ടെടുക്കുന്ന ആൾക്ക്. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് എഴുതാം. ഷാലു ലാസ്റ്റ് എക്സാം സ്ട്രോക്കായിരുന്നു. സ്ട്രോക്കിനെ തുടർന്ന് റീഹാബിലോട്ട് വിട്ടുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു ലാസ്റ്റ് എക്സാമിന് വന്നത്. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് എഴുതായിരുന്നു. പ്ലസ് ലോ മോഡും പേഷ്യൻറ്റിനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് അല്ലേ. ഓക്കെ, ക്ലിയർ ആണ്. യെസ്. അപ്പോൾ ഇനി ഹാസ് കൂടുതൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഹാസ് എന്ന് വെച്ചാൽ എന്താ? ഉണ്ട്.
അപ്പോൾ നിങ്ങൾ പറയൂ, എപ്പോൾ നമ്മൾ ഹാസ് ഇൻട്രൊഡക്ഷനിൽ എഴുതും? ഹി ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ് എപ്പോഴെഴുതും? ഹാസ് ഹാഡ്. ദിൻഷ ചോദിച്ചിരിക്കുന്ന ഹാസ് ഹാഡ്. നിങ്ങൾ ഹാസിൻ്റെ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യൂ. മീൻ ടൈം ഐ വിൽ ആൻസർ ദിൻഷാസ് ക്വസ്റ്റ്യൻ. ഹാസ് ഹാഡ്. ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട്, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദിൻഷ പ്ലീസ് തിങ്ക് വാട്ട് ഈസ് ഹാസ് ഹാഡ്. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എന്തോ ആവും? ഹാസ് പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ ഉണ്ട്, ഹാഡ് പാസ്റ്റ് ടെൻസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു സെൻറ്റൻസിൽ ഹി ഹാസ് ഹാഡ് എന്ന് എഴുതുക, അതിൻ്റെ അർത്ഥം എന്തുവാ? യെസ്, ഇപ്പോൾ സ്റ്റിൽ പേഷ്യൻറ്റിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഹാസ് എഴുതുന്നത് അല്ലേ? നമ്മൾ അതായത് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുമ്പോഴോ. ദിൻഷ ഐ ഹാവ് ഗിവൺ യു എ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഹാസിലോട്ട് തിരികെ പോരുവാണേ. അപ്പോൾ ഹാസ് നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോഴും പേഷ്യൻറ്റിന് ആ കണ്ടീഷൻ അതുപോലെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു മാറ്റവുമില്ലാതെ ഒബ്വിയസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഹാസ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുമ്പ് ന്യൂമോണിയയുടെ കാര്യം പറഞ്ഞില്ലേ? പേഷ്യൻറ്റ് കൊണ്ടുവന്നു, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, നല്ല മാറ്റം ഉണ്ടായിട്ട് ഡിസ്ചാർജ് ആക്കുവാന്ന് പറഞ്ഞില്ലേ? അതേസമയം ഈ കൊണ്ടുവന്ന പേഷ്യൻറ്റ് ന്യൂമോണിയ കുറഞ്ഞില്ല. 7 ദിവസത്തെ മാനേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും ന്യൂമോണിയ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് റിക്കവറി ഫ്രം ന്യൂമോണിയ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്തിനാണ് പേഷ്യൻ്റ് റെഫർ ചെയ്യുന്നത്? മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ് നല്ല മാനേജ്മെൻറ്റിനായിട്ട് അല്ലേ, ഫർദർ മാനേജ്മെൻറ്റിനായിട്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഹി ഹാസ് ന്യൂമോണിയ എന്ന് എഴുതി വിട്ടേച്ചാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഹാസ് എഴുതേണ്ടത് കേട്ടോ. അപ്പം ഒരു ഓർഗൻ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റിക്കവറിങ് ഫ്രം ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കണ്ടീഷൻസിനെ നമ്മൾ ഹാസ് എഴുതി പോകണം. ഓക്കെ, ഇപ്പോൾ ഹാസ് ഹാഡിൻ്റെ ആൻസേഴ്സ് അതർ സ്റ്റുഡൻസ് ഹാവ് ഗിവൺ മീ. ഹാസ് ഹാഡ് പാസ്റ്റിൽ ഡയഗ്നോസ് ചെയ്ത് ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസിനെയാണ് ഹാസ് ഹാഡ് വെച്ച് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉള്ള കണ്ടീഷൻ, മാറ്റമില്ലാതെ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒന്ന് വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകാത്തവരുണ്ടല്ലോ, അല്ലെങ്കിൽ വിട്ടുപോകാത്തവരുണ്ടല്ലോ, അതേത് കണ്ടീഷനാണ്? യെസ്, DMR ഹൈപ്പർ ടെൻഷനൊക്കെ. ഹൈപ്പർ ടെൻഷനൊക്കെ നമ്മൾ ഒരിക്കൽ ഡയഗ്നോസ് ചെയ്ത് മെഡിസിനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും ഉണ്ടല്ലേ. സോ അങ്ങനത്തെ കണ്ടീഷൻസ് നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും കാണും, അതായത് ടിൽ അവർ ഡെത്ത് എന്നുള്ള കണ്ടീഷൻസിനാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ ഹാസ് ഹാഡ് വെച്ച് എഴുതാറുള്ളത് കേട്ടോ. അത് നമ്മൾ സോഷ്യൽ പാരഗ്രാഫിൻ്റെ അകത്ത് പേഷ്യൻറ്റിൻ്റെ എന്താ മെഡിക്കൽ കണ്ടീഷൻ എഴുതുമല്ലോ, ഓൺ ഗോയിങ് ആൻഡ് പാസ്റ്റ് മെഡിക്കൽ, അതിൻ്റെ അകത്താണ് നമ്മൾ സാധാരണ ഹാസ് ഹാഡ് എഴുതാറുള്ളത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് സാധാരണ അങ്ങനെ എഴുതാറില്ല. അതേസമയം ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസിൻ്റെ ഒരു കേസ് നോട്ടാണ് പോകുന്നത്, അത് നേരത്തെ മുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാസ് ഹാഡ് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് നമ്മുടെ സമയം ഏകദേശം തീരാറായിരിക്കുകയാണ്. സോ ബാക്കി നമുക്ക് അടുത്ത സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഹോപ്പ് ദിസ് മച്ച് ഈസ് ക്ലിയർ ഫോർ യു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ പഠിച്ച എന്തായാലും ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള ഫുള്ള് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഡിസ്കഷൻ കൂടുതൽ കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. സോ റിക്കവറിങ് ഫ്രം എ വാസ് ഡയഗ്നോസ്ഡ്, ഹാഡ്, ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഹാസ്, ഇത്രയും വെച്ച് ഓരോ ഓരോ ഇൻട്രൊഡക്ഷൻ ഒന്ന് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ ആ ബുക്കുണ്ടല്ലോ, ഹോംവർക്ക് ബുക്കിൽ എഴുതി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, സോ since we are out of our time, we will have the discussion on this session in the next live. Okay, so for the time being അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറഞ്ഞതുപോലെ എക്സാമ്പിൾ എഴുതി നോക്കണം. ആൻഡ് ഹോപ്പ് ദാറ്റ് what we have discussed so far is clear for you. ഇനിയുമുള്ള ലെറ്ററുകളിൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് വറി, നമുക്ക് മറ്റേ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. ബട്ട് this is we have come to the end session, 10 minutes of our live session. Okay, thank you so much. Please do follow up with it. ഇത് വിട്ടുപോലെ നിങ്ങൾ ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. So thank you so much.